ഹലോ ഗായ്സ്, എല്ലാവരും വിളിച്ചോടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് GTA 5 രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നടന്നത് ടാൾഡ് എന്ന് പറഞ്ഞ വിളിച്ച് നമ്മളെ ലെക്സസിൻ്റെ ഒരു കാർ സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അയാളെ നമ്മൾ പേഴ്സണൽ വെഹിക്കിളായി തരുന്നു. അതിൻ്റെ ഒരു ലുക്കൊക്കെയാണ് ഈ കിഡിലുമാണ്. അതിൻ്റെ ടർബോ സൗണ്ടും ഈ ലൈറ്റ്സും ന്യൂൺ ലൈറ്റ്സ് എല്ലാം സെറ്റാണ്. താഴെ തന്നെ ഫുള്ള് ന്യൂൺ ലൈറ്റാണ്, റെയിൻബോ കളർ ന്യൂൺ ലൈറ്റാണ്. ഇപ്പം തന്നെ ടാൾഡ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഒരു ലൊക്കേഷൻ തന്നെ നമുക്ക് അവിടെ ചെല്ലാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ വിളിച്ചുകൂടാ, സോറി, ടാൾഡിൻ്റെ അടുത്ത് വിളിച്ച് ഒരു ലൊക്കേഷൻ നിന്നിട്ടുണ്ട്, അവിടെ ചെല്ലാനാണ് പറയുന്നത്. എന്തെങ്കിലും അത്യാവശ്യത്തിനാണെന്നാണ് പറഞ്ഞത് വിളിച്ചതെന്ന് പറയുമ്പോൾ നമുക്കെന്തായാലും അവിടെ ചെല്ലാം. എന്താണ് ഇനി ടാൾഡ് പറയുന്നതെന്ന് നോക്കാം. ഇനി വേറെ ആരും പറയാമെന്നോ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മളത് എത്താറായി. മൗണ്ട് ചില്ലാണ്ട് ആ വഴിയുടെ എവിടെയാണ് നിൽക്കാമെന്ന് പറഞ്ഞത്, ഇവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, റൈറ്റ് സൈഡിൽ ടാൾഡെന്ന് പറഞ്ഞൊരു നിൽപ്പുണ്ട്. ടാൾഡാണോ അതൊന്നും അറിയാൻ വയ്യ. നമുക്ക് എന്തായാലും ഇവിടെ നിർത്താൻ, എന്നിട്ട് നോക്കാം ആരാണെന്ന്. ടാൾഡാണെങ്കിൽ എന്തിനാണ് വിളിച്ചതെന്നൊക്കെ ചോദിക്കാം. ഇവിടെ ഒരു ഓടിയുടെ ടാൾഡിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു. ഓടിയുടെ ഒരു കിടിലം വണ്ടി കിടപ്പുണ്ട്. ഓടി Q8 ആണെന്ന് തോന്നുന്നു. ഒരു കിടിലം വണ്ടി തന്നെ. എന്തായാലും സെറ്റായിരിക്കും വണ്ടി. നമുക്ക് ടാൾഡിൻ്റെ അടുത്ത് ഇനി ചോദിക്കാം എന്തിനാണ് വിളിച്ചതെന്ന് നമുക്ക് ചോദിക്കാം. ടാൾഡ് പറയുന്നതെന്ന് പറയുമ്പോൾ വിശ്വസിക്കാനേ പറ്റുന്നില്ല. ടാൾഡ് പറയുന്നതെന്ന് പറയുമ്പോൾ ഇത് നമ്മളൊരു ടീമായിട്ട് നടത്തിയ പ്രവർത്തനമാണ് ഈ വണ്ടി മോഷണം എന്നൊക്കെ പറയാൻ, സ്റ്റീൽ ചെയ്യുന്ന പറയുമ്പോൾ. ലോസ് ആൻഡോസിൽ റാൻഡായിട്ടുള്ള ആളെ ചൂസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പറയുന്നിട്ട് അത് സക്സസ് ആക്കിയ ഒരു കാർ ഓടുക. ആ കാറാണ് ഈ ഇപ്പോൾ ഇവിടെ കിടക്കുന്ന Audi RS-Q8 എന്ന് പറഞ്ഞ ഈ വണ്ടി. ഇപ്പോൾ പറയുന്നത് ഈ വണ്ടി നമ്മളേതാണെന്നാണ് പറയുന്നത്. ഇങ്ങോട്ട് സൈഡിലോട്ട് ട്രക്കിങ്ങിന് കുറേ പേരൊക്കെ പോകുന്നു, മൗണ്ട് ചില്ലായിട്ട് നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നമുക്ക് അപ്പോൾ 2 പേഴ്സണൽ വർക്കുകൾ നമ്മൾ 2 എപ്പിസോഡായിട്ട് കേട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇനി ചോദിക്കുക ഇവിടെ അവരെന്താണ് നിൽക്കുന്നത് അറിയുമ്പോൾ ചോദിക്കുക ഇനി എന്താണ് പ്ലാൻ എന്നെല്ലാം ചോദിക്കാം. ടാൾഡ് പറയുന്നത് ഓക്കെ ഒന്നുമില്ല, ഇനി വണ്ടി എടുത്തുകൊണ്ട് പൊയ്ക്കോളാനാണ് പറയുന്നത്. നമ്മൾ ട്രെവറിനെ വിളിച്ചായിരുന്നു. ട്രെവർ നമ്മളെ ലെക്സസ് എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടിടും, നമ്മളെ വീട് കൊണ്ടിടും. കുറച്ച് പുള്ളി കൊണ്ട് ഒരു റേസിങ് കാറാണ് ഒരു കണക്കാണ് പോകുന്നത്. ആദ്യമേ സ്കിഡ് ചെയ്താണ് പോകുന്നത്. കൊള്ളാം, ഒരു സൗണ്ടൊക്കെ ഉണ്ട്, ഒരു നോർമൽ എൻജിൻ സൗണ്ടാണ്. ആൻഡ് നല്ലൊരു പവർ ഫീൽ ചെയ്യാം നമുക്ക്. നല്ല പവറൊക്കെ ഫീൽ ചെയ്യാണ്. നല്ല സ്പീഡുണ്ട്. ഇത് ഒരിക്കലും വിശ്വസിക്കാത്ത കാര്യമാണ്, വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ്. 2 വണ്ടിയാണ് നമുക്ക് ലെക്സസിൻ്റെ വാൾഡ് എന്ന് പറഞ്ഞ ഒരു മോഡൽ. ആൻഡ് നമുക്ക് രണ്ടാമത് ഇപ്പോൾ കിട്ടിയത് ഓഡിയുടെ RS-Q8 എന്ന് പറഞ്ഞ ഒരു മോഡലാണ് കിട്ടിയിരിക്കുന്നത്. നല്ല സ്പീഡ് കയറുന്നുണ്ട്, 130 140 കയറുന്നുണ്ട്. നമുക്ക് മാക്സിമം നമുക്ക് സെറ്റാകാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ നമ്മൾ ഫ്രാങ്കിളിൻ്റെ വീട്ടിലേക്ക് പോവുക. ഫ്രാങ്കിളിൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ എത്താറായി, നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമ്മൾ മൈക്കിൾ വന്ന് ഇപ്പോൾ ഉണ്ട്. ഫ്രാങ്കിളിൻ്റെ വീട്ടിൽ എന്തിനാണെന്നറിയാൻ മൈക്കിൾ ഇവിടെ ഉണ്ട്, വന്ന് ഇപ്പോൾ ഉണ്ട്. നമുക്ക് എന്തായാലും ഗ്യാരേജിൽ കാറ് കയറ്റിയിട്ട് നമുക്ക് ചോദിക്കാം എന്തിനാണ് വന്നത്, അത്യാവശ്യം വല്ലതും ഉണ്ടാകും. നമുക്ക് എന്തെല്ലാം ചോദിക്കാം. നമ്മൾ റെസ്റ്റ് എടുക്കാനാണ് വീട്ടിൽ വന്ന് നമുക്ക് എന്തെങ്കിലും ഇനിയിപ്പോൾ ചോദിക്കുക എന്തിനാണ് വന്നതെന്നെല്ലാം. ഓക്കെ, അപ്പോൾ മൈക്കിൾ പറയുന്നതെന്ന് പറയുമ്പോൾ ഞാൻ വന്നത് മൈക്കിൾ കുറേ ക്യാഷിൻ്റെ ഇഷ്യൂസ് എല്ലാം ഉണ്ട്. അപ്പം മൈക്കിൾ ഒരു ഐഡിയ വല്ലതും ഉണ്ട്, ക്യാഷസ് കിട്ടാൻ. അപ്പോൾ നമ്മളതിൽ ക്യാഷ് കുറവാണ്. അപ്പോൾ എനിക്കൊരു ഐഡിയ വന്ന് കാർ ഡീലർഷിപ്പ് വല്ലതും ഉണ്ടാകും. നമുക്ക് ബെന്നിയെ വിളിച്ച് ചോദിക്കാം, കാർ ഡീലർഷിപ്പ് വല്ലതും ഉണ്ടാകുമെന്ന് ചോദിക്കാം. നമുക്ക് കാർ ഡീലർഷിപ്പ് വല്ലതും ഉണ്ടാകുമെന്ന് ചോദിക്കാം. ഓക്കെ, വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കാർ ഡീലർഷിപ്പ് ഉണ്ട്, സിറ്റിയിൽ എവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് മൈക്കിളിലും ക്യാഷിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. നമ്മളിനി നേരെ നമുക്ക് കാർ ഡീലർഷിപ്പിലോട്ട് പോവാം. ബെന്നി എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ വണ്ടിയിലും നിയോൺ ലൈറ്റ് എല്ലാം സെറ്റാണ്. ഇത് റെയിൻബോ ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ മൈക്കിൾ വരുന്നുണ്ട്. ഓക്കെ, മൈക്കിൾ കയറിയിട്ടുണ്ട്.
ബെന്നി അയച്ചെന്ന ലൊക്കേഷനിലോട്ട് പോകാം. ബെന്നി നമ്മൾ പറഞ്ഞാൽ ബെന്നി എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് ചോദിച്ചാൽ അത് പ്രൈസ് എന്താ 18 മില്യൺ അങ്ങാണ്ടാണ്. അത്യാവശ്യം നമുക്ക് ക്യാഷ് ഉണ്ട്. ഇനി നമുക്ക് കാർ ഡീലർഷിപ്പ് തുടങ്ങിയിട്ട് കുറച്ച് നമ്മൾ ക്യാഷ് ഏൺ ചെയ്യാനൊക്കെ വേണ്ടി ഫ്രണ്ടിൽ തന്നെ കൊണ്ടിടിച്ച് കുഴപ്പമില്ല. നമുക്ക് ലൊക്കേഷനിലേക്ക് പോകാം. ടാളുടെ ഇത്ര ഫുള്ളാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആദ്യമേ വിളിച്ചപ്പോൾ തന്നെ എനിക്കൊന്നും അവരുടെ പിന്നെയാണ് ആളുടെ മുഖമൊക്കെ കാണിച്ച് വിചാരിച്ച് ഫേക്ക് വല്ലതും ആയിരിക്കുമെന്ന്. നമ്മൾ ഇനി നേരെ ബെന്നി അയച്ചാൽ കാർ ഡീലർഷിപ്പിൻ്റെ ലൊക്കേഷനിലേക്ക് പോകാം. നമ്മൾ എത്താറായിട്ടുണ്ട്. ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലാണ് ഈ കാർ ഡീലർഷിപ്പ് ഇരിക്കുന്നതാണ്. ഇതാണ് കാർ ഡീലർഷിപ്പ്. ഫ്രണ്ടിലിന് പുക വലിച്ചുകൊണ്ട് ഓണർ ആണെന്ന് തോന്നുന്നു. അതാണ് ഓണർ. നമ്മളെ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ഓണറെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ കറക്റ്റ് ചെയ്ത് ഇടാം വണ്ടി. നമുക്ക് ഇനി വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. മൈക്കിളും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി പുള്ളിക്കാരനോട് ചോദിക്കാം ഇനി എന്തിനാണ് ഫോർമാലിറ്റി, കറക്റ്റ് വിലയൊക്കെ എത്രയാണെന്ന് ചോദിക്കാം. ബെന്നി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായില്ലെങ്കിൽ എന്തായാലും നമുക്ക് പുള്ളിക്കാരൻ്റെ ചോദിക്കാം. ഞാൻ ഇപ്പം പറയുന്നതെന്ന് പറയുമ്പോൾ ഓർഡർ പറയുന്നതെന്ന് പറയുമ്പോൾ പിന്നെ പോയി കാർ ഡീലർഷിപ്പെല്ലാം ചെക്ക് ചെയ്തിട്ട് വരാനാണ് പറയുന്നത്. എന്നിട്ട് വില പറഞ്ഞത് 17 മില്യൺ ആണ്. ബക്കിന് കുറച്ചുകൂടെ കുറയ്ക്കാൻ ഉണ്ടാകുന്ന നോക്കിയാൽ ഇതാണ് ഫുൾ ഹാളെന്ന് തോന്നുന്നത്. ഇപ്പം എനിക്ക് ഈ ഡോറ് നോക്കിയാൽ എന്തരാണെന്ന്. ഡോറെന്ന് പറയുമ്പോൾ ടോയ്ലറ്റാണ് ഈ ഡോറെന്ന് പറയുമ്പോൾ. നമുക്ക് 3 കാറിൻ്റെ ഒരു സ്ഥലമുണ്ട്. ഇവിടെയാണ് എനിക്കൊന്ന് പെയിൻറ്റ് അടിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത്. അതിലോട്ട് പോകുമ്പം ഇവിടെ നിന്നാണ് വണ്ടി നമ്മൾ കയറ്റുന്നതെന്ന് തോന്നുന്നു. നമ്മൾ വണ്ടി ഇവിടെ നിന്നാണ് കയറ്റുന്നത്. നമുക്ക് ഇനി ഇവിടെ ഒന്നുമില്ല, താഴെ ഒന്നുമില്ലെന്ന് തോന്നുന്നു. നമുക്ക് മുകളിലായിരിക്കും ഇനി ഉള്ളത്. മുകളിലും ഇനി എന്തൊക്കെയാണുള്ളത് നോക്കാം. സ്റ്റെപ്പ് കയറിയിട്ടുണ്ട്. ഇവിടെയും കുറച്ച് കാറൊക്കെ ഇടാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ പുളിയും കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ എന്തരാണ് ഇവിടെ സെറ്റപ്പ് എന്തിനാണ്? ഇവിടെ ബെഡ്റൂം കിച്ചണാണ്. കാർ ഡീലർഷിപ്പിൻ്റെ അകത്ത് കിച്ചണാണ്. ബെഡ്റൂം കിച്ചണൊക്കെയാണ്. ഇവിടെ ഒരു ചുമ്മാ ഇരിക്കാനുള്ള സ്ഥലമൊക്കെയാണ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇവിടെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് അങ്ങറ്റം പോകുമ്പോൾ ഒരു ഗ്ലാസ് പോകുന്നുണ്ട്. ഇവിടെയും പെയിൻറ്റിൻ്റെ സ്ഥലമുണ്ട്. ഞാൻ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു ലോസ് ആൻഡോസിൻ്റെ ആ സൈഡ് കാണാനുള്ള ഒരു ഗ്ലാസ് ഉണ്ട്. ഇവിടെ എന്ന് പറയുമ്പം ഓഫീസ് റൂമാണ്. ഇതൊക്കെ മെയിൻ ഓഫീസ്. ഞാൻ ഇവിടെയും 2 പ്രിൻ്ററൊക്കെ ഇരിപ്പുണ്ട്. ഇവിടേക്കാണ് ഓഫീസ്. ഇങ്ങോട്ട് വരുമ്പോൾ ഈ നടുക്ക് അവിടെ നമുക്ക് ആരെങ്കിലും ഇരുത്താം. എന്തെങ്കിലും ഇത്രയൊക്കെ ഉള്ളായിരിക്കാൻ. ഇവിടെ ഒരു വലിയ റൂം കാണുന്നു. എനിക്ക് തോന്നുന്നു മീറ്റിംഗ് റൂം വല്ലതും ആയിരിക്കും. അവിടെ മീറ്റിംഗ് റൂമാണ്. നമുക്ക് ആൾക്കാരൊക്കെ വിളിച്ച് നമുക്ക് മീറ്റിംഗ് ഒക്കെ ചെയ്യിപ്പിക്കാനുള്ള റൂമാണ്. നമുക്ക് ഇനി താഴോട്ട് പോകാം. താഴോട്ട് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട് ഗ്യാരേജെല്ലാം മൈക്കിൾ ഇവിടെ ഇരിക്കുന്നത്. മൈക്കിളിനെ കണ്ടില്ലല്ലോ. മൈക്കിൾ അവിടെ പോകുന്നുണ്ട്. നമുക്ക് ഇനി ചോദിക്കാം. ഇവിടെ റൈറ്റിൽ നമുക്ക് റിസപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് ആൾ നിർത്തണം. ഇവിടെ 3 ഇതുണ്ട്. വണ്ടി ഇടാനുള്ള സ്ഥലമുണ്ട്. അവിടെ തന്നെ സോഫയൊക്കെ ഉണ്ടാകൊക്കെ. അങ്ങനെ നമുക്ക് ഓണറിൻ്റെ അടുത്ത് പോയി പറയാം കാർ ഡീലർഷിപ്പ് ഇഷ്ടപ്പെട്ട് നമുക്ക് ഞാൻ തോന്നുന്നു നമുക്ക് മേടിക്കാം. പക്ഷേ നമുക്ക് മേടിക്കാൻ നമുക്കിനി ചോദിക്കാം ഇനി എന്തൊക്കെയാണ് പ്ലാൻ എന്നില്ല. അപ്പം ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയാൽ ഇവരിന്ന് ഫ്രീ ആയിട്ട് 10 നമുക്ക് എന്തായാലും ചോദിക്കാം എന്താണ് ഈ പ്ലാനെന്ന്. നമ്മൾ പേയ്മെൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. 15 മില്യൺ ആക്കി തന്നിട്ടുണ്ട്. നമ്മളെല്ലാം പേയ്മെൻറ്റൊക്കെ കൊടുത്ത് പറഞ്ഞ് വന്നതെന്ന് പറയുമ്പോൾ നമ്മൾ 10 കാർസ് ഫ്രീ ആയിട്ട് നാളെ തരാമെന്ന് പറഞ്ഞാൽ ഈ ഡീലർഷിപ്പിൻ്റെ കൂട്ടി ഒരു 10 കാറും കൂടെ തരാമെന്ന് പറഞ്ഞാൽ നാളെയാണ് തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓർഡർ പോവുകയാണ്. പിടിയും ഓർഡർ പോവുകയാണ്. അപ്പോൾ 10 കാർ വെച്ചായിരിക്കും നമ്മൾ കാർ ഡീലർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അതിൽ മെന്നീർത്ത് നമുക്ക് പറയാൻ പോകുന്നുണ്ട്. ആ വണ്ടിയെല്ലാം ഇടിപ്പിച്ച് തെറിപ്പിച്ച്
എന്തിനു ചെയ്യണം എന്തോ ഓണറാണ് ഓർമ്മ. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ കാർ ഡീലർഷിപ്പിൻ്റെ ഓണർ നമ്മളാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് 10 കാർ വെച്ചായിരിക്കും നമ്മൾ ഡീലർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ബെന്നീനെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. ഓക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ പേര് ചോദിക്കാനൊക്കെ പറഞ്ഞുപോയി ഇതിൻ്റെ ഇടയിൽ. ബെന്നിക്ക് അറിയാമായിരിക്കും. ഇനി നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് തന്നെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യുക. ഈ എല്ലാ വീഡിയോയിലും സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.